ധനമന്ത്രി നിർമ്മല സീതാരാമൻ നികുതിദായകർക്ക് കിടിലൻ ഓഫറുകൾ പ്രഖ്യാപിച്ചു. വീണ്ടും നിർമ്മല സീതാരാമന്റെ വാക്കുകൾ ഇങ്ങനെ: നേരത്തെ ദീപാവലി ആശംസകൾ, അതോ വൈകിയ പുതുവത്സര ആശംസകൾ എന്ന് പറയണോ? സാമ്പത്തിക മാന്ദ്യത്തിന്റെയും വിലക്കയറ്റത്തിന്റെയും ഇരട്ടി ആഘോഷത്തിൽ നട്ടം തിരിയുന്ന നികുതിദായകർക്ക്, പ്രത്യേകിച്ച് ഇടത്തരക്കാർക്കായി ബഡ്ജറ്റ് ബോണസ്. അത് 1,00,000 കോടി രൂപയുടേത്. 1,00,000 കോടി രൂപ ആദായ നികുതി നൽകി സമ്പൂർണ്ണ പദത്തിൽ ഒരു റെക്കോർഡാണ് FM ശൈലിയിൽ വന്നത്. നികുതി അടയ്ക്കാത്ത കയ്യിൽ വയ്ക്കുന്ന വരുമാനം 12 ലക്ഷം രൂപയാക്കി ഉയർത്തുമ്പോൾ 1,00,000 കോടി രൂപയാണ് സർക്കാരിനുണ്ടാക്കുന്ന നഷ്ടം. ഇത് ബോണസായി നികുതി അടയ്ക്കുന്ന ജനങ്ങൾക്ക് നൽകുന്നു. 12 ലക്ഷം രൂപ വരെയുള്ള വാർഷിക വരുമാനത്തിന് കിഴിവും പുതിയ ഭരണത്തിന് കീഴിൽ സ്ലാബുകൾ ഉടനീളം ഉയർന്ന പരിധിയും ലഭിക്കും. പുതിയ ഭരണത്തിന് കീഴിൽ 75,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ലഭിക്കുന്ന ശമ്പളക്കാർക്ക് 12.75 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി ബാധ്യത 0 കേന്ദ്ര സർക്കാർ അറിയിച്ചു. യഥാർത്ഥത്തിൽ നികുതി അടയ്ക്കുന്ന 3 കോടി ഇന്ത്യക്കാരിൽ ഏകദേശം 1 കോടി ആളുകൾ ഇപ്പോൾ നിയമപരമായി നികുതിയുടെ വലയിൽ നിന്ന് രക്ഷപ്പെട്ടു. റിബേറ്റ് ലഭിക്കുന്നതിന് അവർക്ക് ഇപ്പോഴും റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും. ഇപ്പോഴും നികുതി അടയ്ക്കുന്നവർക്ക് അവരുടെ വരുമാന നിലവാരം അനുസരിച്ച് പ്രതിവർഷം 30,000 രൂപ മുതൽ 1.1 ലക്ഷം രൂപ വരെ ലഭിക്കാം. എന്നാൽ പാവങ്ങൾക്ക് എന്ത് നേട്ടമെന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതിന് കൃത്യമായ മറുപടി സാമ്പത്തിക വിദഗ്ധർ നൽകുന്നു. പാവങ്ങൾക്ക് പണം നൽകി അവരെ സമ്പന്നരാക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല. രാജ്യത്തെ അവസരം ഉപയോഗപ്പെടുത്തി അവർ അധ്വാനിക്കുക. പാവങ്ങൾക്ക് സൗജന്യ റേഷൻ, ചികിത്സ, സബ്സിഡി, ഇൻഷുറൻസ് എല്ലാം നൽകുന്നു. എന്നാൽ 1,00,000 കോടി രൂപ ബോണസ് നൽകുന്ന പാവങ്ങൾക്കല്ല, അത് നികുതി അടയ്ക്കുന്നവർക്കാണ്. ഭാവിയിലും നികുതി അടയ്ക്കുന്നവർക്ക് വൻ ബോണസുകൾ പ്രതീക്ഷിക്കാം. മധ്യവർഗത്തിലെ വലിയ വിഭാഗങ്ങൾക്ക് നേട്ടമുണ്ടെങ്കിലും 15 ലക്ഷം മുതൽ 24 ലക്ഷം വരെ നികുതി നൽകേണ്ട വരുമാനത്തിലുള്ളവരാണ് വലിയ ഗുണഭോക്താക്കൾ. അവർ നേരത്തെ ഏറ്റവും ഉയർന്ന സ്ലാബായ 30% ഇപ്പോൾ 15% മുതൽ 25% വരെയായി മാറി. വേഗത്തിലുള്ള സാമ്പത്തിക വളർച്ചയാണ് ലക്ഷ്യമെങ്കിലും മിനുക്കു പണികളിൽ ഒതുങ്ങാതെ തന്നെ തിരുത്തലുകൾക്ക് സർക്കാർ ഇനിയും തയ്യാറായില്ല എന്നതാണ് ബജറ്റ് വ്യക്തമാക്കുന്നത്. വ്യക്തികൾക്കുള്ള ആദായ നികുതി കുറയ്ക്കുമ്പോഴും ഈ ഇനത്തിൽ തന്നെ സർക്കാരിലുള്ള വരുമാനം കൂടുമെന്നാണ് ബജറ്റ് രേഖകളിൽ നിന്നും സൂചനകൾ ലഭ്യമാകുന്നതും. അപ്പോൾ നികുതി ഇളവിലൂടെ തന്നെ ജനത്തിന്റെ പക്കൽ കൂടുതൽ പണം എത്തുമെന്നും അതിലൂടെ ചിലവുകൾ കൂടുമെന്നും പറയുന്നതിന്റെ യുക്തി ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. ഈ വർഷം ആദായ നികുതിയിൽ നിന്നുള്ള വരുമാനം 12.57 കോടി രൂപ, അടുത്ത വർഷം 14.38 കോടി രൂപ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദായ നികുതി ഇളവുകളിലൂടെ തന്നെ മധ്യവർഗത്തിന്റെ പണം ചിലവഴിക്കാൻ ശേഷി മെച്ചപ്പെടുത്തുകയും അതുപോലെ തന്നെ കാർഷിക, MNC മേഖലകളെ ഉത്തേജിപ്പിക്കുകയും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമെന്നും വ്യക്തമാക്കിയുള്ള ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബീഹാറിന് വിവിധ പദ്ധതികളിലൂടെ തന്നെ പ്രത്യേക പരിഗണന ഉറപ്പാക്കുന്നു. കഴിഞ്ഞ ജൂലൈയിലെ ബജറ്റിലും തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളിൽ ഉൾപ്പെടെ തന്നെ സംഘടിത മേഖലയിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 1 മാസത്തെ ശമ്പളം സബ്സിഡിയായി 15,000 രൂപ നൽകും. അത് 2.1 കോടി പേർക്ക് ഗുണമാകും. അതുപോലെ തന്നെ പുരോഗതി നടപ്പിലാക്കുന്നതിന് മന്ത്രിസഭ പരിഗണിക്കേണ്ട രേഖ തയ്യാറാക്കിയതേ ഉള്ളൂ. ഉൽപാദന മേഖലയിൽ തൊഴിലവസരം വർദ്ധിപ്പിക്കാൻ തൊഴിലാളികളും തൊഴിൽദായകരും പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെടുത്തി 4 വർഷത്തേക്ക് ആനുകൂല്യങ്ങൾ 30 ലക്ഷം പേർക്ക് അവരുടെ തൊഴിലുടമകൾക്ക് പ്രയോജനം ലഭിക്കും. അതുപോലെ തന്നെ മൂലധന ചെലവും സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരങ്ങളും സംബന്ധിച്ച് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസുമായും തൊഴിൽ മന്ത്രാലയം പലതവണ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.